ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികൾ കണ്ടാലോ. അപ്പോൾ ഇതുപോലത്തെ വേറെ വേറെ കളറിലെ 7 ചെടിയുണ്ട്. പിന്നെ ഈ ബോഗൻവില്ലയും പപ്പായയുടെയും മുളകിൻ്റെയും തൈയുണ്ട്. പിന്നെ വന്നിട്ട് ബ്രിഞ്ചാളാണുള്ളത്. ബ്രിഞ്ചാളും കുറേ ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് സ്പിനാച്ചാണ്. സ്പിനാച്ച് പണ്ടൊക്കെ കുറേ ഉണ്ടായി, പക്ഷേ ഇപ്പോൾ കുറേയൊന്നുമില്ല, കുറച്ചുള്ളു. പിന്നെ ആ കാണുന്ന ടയർ അവിടെ വെച്ചേക്കണ സ്പിനാച്ച് വളർത്താൻ വേണ്ടി, പക്ഷേ വളർത്തിയിട്ടില്ല, വളർത്തണം. പിന്നെ ആ വന്നിട്ട് സ്പിനാച്ച് തന്നെ വളർന്നതാണ് കേട്ടോ. ഈ മുളക് ചീത്തയായി പോയാണ് അവളെ തൈ വാങ്ങിച്ചേക്കണത് പുതിയ വളർത്താൻ. ഇത് പിന്നെ പൈനാപ്പിൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഇത് വേറെ കളറിലെ ബോഗൻവില്ലയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ മൺചട്ടിയിലും ഗ്രോ ബാഗിലും സോയിൽ വെച്ചിട്ടുണ്ട്, അത് ചെടി വളർത്താനാണ്. പിന്നെ അവിടെ അലോവേരയും വാട്ടർമെലനും ഉണ്ട്. വാട്ടർമെലൻ സെപ്പറേറ്റ് ചട്ടിയിലോട്ട് ആക്കണത് അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അതൊരു വളരാത്ത ബോഗൻവില്ലയാണ് കേട്ടോ. അതിനകത്ത് പൂ വളർന്നിട്ടില്ല എത്താനായിട്ട്. പിന്നെ 3 അലോവേരയുടെ ചെടി അവിടെ ഒരുമിച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്ക് അറിയില്ല. ഇതിനകത്ത് പൂ വളരില്ല, ആകെ ലീവ്സ് മാത്രമേ. പിന്നെ ഇവിടെയും കുറേ ഗ്രോ ബാഗിൽ മണ്ണ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒറ്റയ്ക്കൊരു അലോവേര ഇരിപ്പുണ്ട്. പിന്നെ പൈപ്പിലും ഇത് വെച്ചിട്ടുണ്ട്. അത് സ്പിനാച്ച് വളർത്താൻ വേണ്ടി തന്നെയാണ് അവിടെ ആ പൈപ്പിൽ മണ്ണ് വെച്ചേക്കണത്. പിന്നെ ബാക്കിലായിട്ട് കുറച്ച് ചെടികളുണ്ട്, പപ്പായയും കറിവേപ്പിലയും പെപ്പറും. പിന്നെ കുറച്ച് വാഴയുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.